വിവാഹ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് കടക്കാൻ പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു നഗ്നമായ സത്യമുണ്ട്. കാരണം പലരും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസാണ് വിവാഹ ജീവിതം എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ അത് റീൽസിൽ മാത്രമാണ്. അല്ലെങ്കിൽ ആ കാണിക്കുന്ന കപ്പിൾസ് ഒരു 3-4 വർഷം അവർ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അഡ്ജസ്റ്റഡ് ആയതിനു ശേഷമായിരിക്കണം അവർ അത്രത്തോളം സ്നേഹത്തോടെ ഒരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. പലരുടെയും വിചാരം ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് തൻ്റെ ജീവിതവും ഈ റീൽസ് പോലുള്ള കാര്യങ്ങൾ അല്ലെ സിനിമയിൽ കാണുന്ന കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കി തൻ്റെ ജീവിതം ഒരു പരാജയമാണെന്ന നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നവരാണ് ഈ പുതിയ തലമുറക്കാർ. അതുമല്ല, ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ചിലരും ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ എന്നെ കെയർ ചെയ്യുന്ന പോലത്തെ ഒരാൾ, ആൺകുട്ടികൾ ചിന്തിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കൂട്ടായിട്ട് ഒരാൾ, അല്ല എൻ്റെ അമ്മയ്ക്ക് ഇപ്പം അമ്മയെ നോക്കാൻ ഒരാൾ, അച്ഛനെ നോക്കാൻ ഒരാൾ, ഇങ്ങനത്തെ ചിന്തയുമായിട്ട് പുതിയ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചാൽ വിവാഹ ജീവിതം വലിയൊരു പരാജയമായി തീരും. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ഒരു ബന്ധു വിവാഹം ആലോചിച്ചു. അവർ സ്ത്രീധനവും പറഞ്ഞ് ഉറപ്പിച്ചു. പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ സ്ത്രീധന തുകയിൽ അല്പം കൂടുതൽ എന്തോ ചോദിച്ച സമയത്ത് പെൺകുട്ടി നേരിട്ട് വേദിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെയാണ്, എനിക്ക് ഈ വിവാഹം താല്പര്യമില്ലെന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളാണേലും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ തലമുറ നമ്മുടെ അച്ഛനമ്മമാരുടെ തലമുറയല്ല. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി നിങ്ങളുടെ അമ്മയെപ്പോലെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വീടിന് വേണ്ടി തൻ്റെ ഫ്യൂച്ചർ ത്യജിച്ച് നിൽക്കുന്ന ആളോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളായിട്ടും വീടും ജോലിയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളോ ആയിരിക്കണമെന്നില്ല. പെൺകുട്ടികളും വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഫുൾ ഭാരം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിട്ടല്ല ഒരു ആൺകുട്ടി വരുന്നത്. അവൻ LKG മുതൽ പഠിച്ചു, അവനൊരു ഹയർ സ്റ്റഡീസ് വരെ അവൻ സ്ട്രഗിൾ ചെയ്ത് അവനൊരു ജോലി കഷ്ടപ്പെട്ട് വാങ്ങി അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പൈസ അവൻ സേവ് ചെയ്ത് അവൻ എന്തെങ്കിലും വാങ്ങുകയോ അവന് അത് ഒരു ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്ട്രഗിളിൽ നിന്നുണ്ടായതാണ്. അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ദൂർത്തടിക്കാൻ തരിക നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ വളർത്തിയ പോലെ എന്ന് പറയുമ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ പോക്കറ്റ് മണി തന്ന് നിങ്ങൾക്ക് അടിച്ചുപൊളി ലൈഫിന് വേണ്ടി അദ്ദേഹം പൈസ തന്നില്ലെങ്കിൽ ഉടനെ അയ്യോ എൻ്റെ ഭർത്താവ് ഭയങ്കര ടോക്സിക്കാണ്, പിശുക്കനാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊരു പാർട്ട്ണർഷിപ്പാണ്. അതായത് ഒരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പഴയ കാലഘട്ടമല്ല. നമ്മൾ പരസ്പരം സംസാരിക്കുക എന്നുള്ള, കല്യാണത്തിന് മുന്നെയാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. കല്യാണത്തിന് ശേഷം നമ്മൾ ബെഡ്റൂമിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ഒച്ച വെച്ച് നാട്ടുകാരെ അറിയിച്ചുള്ള സംസാരമല്ല വേണ്ടത്. വിവാഹത്തിന് മുന്നേ നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം നന്നായിട്ട്, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ 1 വർഷം നിങ്ങളൊരു ഫ്രണ്ടായിട്ട് ഇരുന്നതിന് ശേഷം ആളെങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതി. കാരണം 1-2 വർഷത്തെ കരാറല്ല, ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് പോകേണ്ടവരാണ്. അപ്പം നന്നായിട്ട് സംസാരിച്ച് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും എൻ്റെ കുറവുകളും ഇതാണ്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്ലാൻ ഇതൊക്കെയാണ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറയുക. അല്ലാതെ കല്യാണം കഴിച്ച് ഫസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനല്ല, ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചല്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ അന്നേരം കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് എല്ലാ സ്വപ്നങ്ങളും ത്യജിച്ച് വീട്ടിലിരിക്കണമെന്നും ചിന്തിക്കുന്നത് തെറ്റാണ്. മറ്റേയാൾ ഫാമിലിക്ക് വേണ്ടി എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കണമെന്നും നിങ്ങൾക്കും മക്കൾക്കും ദൂർത്തടിക്കാനുള്ള പൈസ ഹസ്ബൻഡ് കൊണ്ട് തരണമെന്ന് വിചാരിക്കുന്നതും വളരെ തെറ്റാണ്. പിന്നെ നമ്മൾ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ചിലപ്പം കല്യാണത്തിന് മുമ്പ് നമ്മളൊരു സംസാരിച്ച രീതിയൊന്നും ആയിരിക്കുകയില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓപ്പൺ അപ്പ് ആവും. ചിലപ്പോൾ അത് ഒരാൾക്ക് ഇഷ്ടപ്പെടാതെ വരും. ഈ ഇഷ്ടാനിഷ്ടങ്ങളും കൊച്ചു സ്വരച്ചേർച്ചകളും ഒക്കെ മാറാൻ 1 വർഷം 2 വർഷം ഒക്കെ എടുക്കും. ഇതിനൊക്കെ ശേഷമേ നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പേരൻ്റ് ആവാനായിട്ട്, അച്ഛനും അമ്മയും ആകാനായിട്ട് നിങ്ങൾ തയ്യാറാകാവുള്ളൂ. അല്ലാതെ രണ്ടുപേരും തമ്മിലൊരു ബോണ്ടിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടയ്ക്ക് ഓൾറെഡി കുറേ പ്രശ്നമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു കുട്ടിയും കൂടെ കൊണ്ടുവരികയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ജീവിതം നിങ്ങളുടെ ബന്ധം മുമ്പോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് പിരിയുന്ന സമയത്ത് ഈ കുഞ്ഞ് അനാഥമാകും, കുഞ്ഞ് ട്രോമറ്റൈസ്ഡ് ആവും, എന്നും അച്ഛൻ്റെ അമ്മയുടെയും വഴക്ക് കേൾക്കേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു 3 വർഷം ഒരുമിച്ച് ജീവിച്ചു, കൊച്ചു പിണക്കങ്ങളുണ്ടാവും, ചിലപ്പോൾ 10 ദിവസം പിണങ്ങിയിരിക്കും. പിന്നെ ഇങ്ങനെ ആയി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റേ ആൾ ഒരു ഫ്രണ്ട്ഷിപ്പ് രൂപീകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം രണ്ടുപേരും മെൻ്റലി ഒരു പേരൻ്റ് ആവണമെന്ന് പ്രിപ്പയർഡ് ആയതിനു ശേഷം ഒരു പേരൻ്റ് ആയാൽ നമുക്ക് എന്തായാലും ആ കുഞ്ഞിനൊരു 8 വയസ്സാകുന്നിടം വരെയും നമ്മൾ ഈ 2 കൂട്ടരും പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും ഒരേപോലെ റെഡി ആണെങ്കിൽ മാത്രം ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതൊക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി നമുക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ
അത് ഭയങ്കര മോശമാണ്. നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസൊക്കെ അറിവില്ലായ്മ കൊണ്ട് സൃഷ്ടിച്ച കുറേ ആളുകളാണ് നമ്മളൊക്കെ. അതിൻ്റേതായ പോരായ്മകളും അതിൻ്റേതായ മെൻ്റൽ പ്രോബ്ലംസും, അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ചിലതൊക്കെ പോയി വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അവസാനിക്കാറുണ്ട്. ചിലരിപ്പോഴും മനസ്സിൽ ആ ഒരു വിഷമങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നവരായിരിക്കാം. കാരണം നമ്മുടെ പേരൻസ് ആരും ചിലപ്പോൾ നല്ല പേരൻ്റ് ആയിരുന്നിരിക്കുകയില്ല. അവർക്ക് എങ്ങനെ ഒരു പേരൻ്റ് ആണെന്ന് തയ്യാറെടുത്തിട്ടൊന്നും ആയിരിക്കില്ല അവർ പേരൻസ് ആയത്. അപ്പം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് പഠനങ്ങൾ നടത്താനും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ പോയി കാണാനും കൗൺസിലേഴ്സിനെ പോയി കാണാനും ഓരോ വിദഗ്ധന്മാരുടെ ആയിട്ട് ചർച്ച ചെയ്യാനൊക്കെ അവസരമുള്ളപ്പം നമ്മൾ ഇനിയും അബദ്ധങ്ങളിലേക്ക് പോയി ചാടിയിട്ട് കല്യാണ ജീവിതം പരാജയമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളാണ് ദ ഫെയിലിയർ. കാരണം നമുക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും പഠിക്കാനും തിരിച്ചറിയാനും ഒക്കെ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിട്ട് നമ്മളതൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഒരു നല്ല ശതമാനം പൈസ ഉപയോഗിച്ച് വിവാഹം നടത്തി രണ്ട് പാർട്ട്നേഴ്സും വെറുതെ 2-3 വർഷം പാഴാക്കിയിട്ട് പിന്നെ അടിച്ച് പിരിയുകയോ അല്ലെങ്കിൽ ഇവർ പിരിയാതെ ജീവിക്കുന്ന സമയത്ത് ഇവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കൊരു ട്രോമ ആയിട്ട് വരികയോ ഒക്കെ ചെയ്യാനുള്ള കാരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും നമ്മളെങ്ങനെ വളരെ പ്രിപ്പയർഡായിട്ട് ഈ രീതിയിൽ തന്നെ ആദ്യം പരസ്പരം മനസ്സിലാക്കുകയും വിവാഹത്തിന് മുന്നേ തന്നെ കെട്ടാൻ പോകുന്ന ആളെക്കുറിച്ച് നല്ല ബോധ്യം വേണം. അയാളുടെ ശമ്പളം എത്രയുണ്ടെന്നൊന്നുമല്ല, ആദ്യമേ വ്യക്തിത്വത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വരണം. വ്യക്തിത്വമാണ് എല്ലാം. ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടിഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ പലരും ഇപ്പം സ്വന്തം ഇഷ്ടത്തിന് ആളെ സെലക്ട് ചെയ്യുമ്പോൾ അവർ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തവരായിരിക്കാം. അവർ പുറമോടിയൊന്നും കണ്ടിട്ടല്ലായിരിക്കാം, വ്യക്തിത്വം കണ്ടിട്ടായിരിക്കും അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവാഹ ജീവിതങ്ങളാണ് ഇനി ഉണ്ടാവേണ്ടത്. കാരണം വിവാഹ ജീവിതം എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ ചേരുമ്പോൾ പുതിയൊരു തലമുറയും കൂടെ ഉണ്ടാകുന്നുണ്ട്. ഈ തലമുറ നല്ല ഹെൽത്തി ആയ തലമുറയാവണമെങ്കിൽ പേരൻസ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം, അവരുടെ മെൻ്റൽ സ്റ്റേജ് നന്നായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ മൊത്തം സമൂഹത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരു വിവാഹം എന്ന് പറയുന്നത്. അപ്പം പല കുട്ടികൾക്കും പല തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.